കേരളത്തിലെ ക്രിസ്ത്യാനികൾ ബി.ജെ.പിയുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ദീപിക പത്രത്തിന്റെ ആദ്യ പേജും എഡിറ്റോറിയലും. കേരളത്തിൽ ക്രൈസ്തവ സ്നേഹം വിളമ്പുകയും കേരളത്തിന് പുറത്ത് ക്രൈസ്തവരെ വേട്ടയാടുകയും ചെയ്യുന്ന സംഘപരിവാറിനെ പൂർണ്ണമായും ക്രൈസ്തവ സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയുടെ ഫ്രണ്ട് പേജിൽ പ്രധാനമായും 4 വാർത്തകളാണുള്ളത്. ആ 4 വാർത്തകളും ക്രൈസ്തവർക്കെതിരെയുള്ള RSSന്റെ ആക്രമണങ്ങളെ കുറിച്ചുള്ളതാണ്. ആദ്യ വാർത്ത നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ ക്രൈസ്തവർക്ക് നേരെ വീണ്ടും അക്രമം ഉണ്ടായി എന്ന പരാതിയെ പറ്റിയാണ്. ഛത്തീസ്ഗഡിലെ ദുർഗിലുള്ള ഷിലോ പ്രേയർ ടവറിൽ പ്രാർത്ഥനായോഗം നടക്കവേ അവിടേക്ക് ഒരു സംഘം ബജ്രംഗ് ദൾ പ്രവർത്തകർ എത്തി മുദ്രാവാക്യങ്ങൾ വിളിച്ചു പ്രതിഷേധിച്ചു എന്നും ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു എന്നും പരാതിപ്പെട്ടതായി ദീപിക റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിൽ പള്ളിമേടകൾ കയറിയിറങ്ങുന്ന ബി.ജെ.പിയുടെ യഥാർത്ഥ മുഖത്തെ തുറന്നു കാട്ടുന്നതാണ് ഈ വാർത്ത. ഈ വാർത്തയ്ക്ക് തൊട്ടുതാഴെയായി ക്രൈസ്തവർക്കെതിരെ RSSന്റെ ആസൂത്രിത നീക്കം എന്ന വലിയ തലക്കെട്ടിലാണ് അടുത്ത വാർത്ത. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേതുപോലെ ക്രൈസ്തവർക്കെതിരെ കേരളത്തിലും വർഗീയ വികാരം സൃഷ്ടിക്കാൻ RSSന്റെ ആസൂത്രിത നീക്കം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന വാർത്തയിൽ കേസരിയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ ലേഖനം ഇതിന്റെ ഭാഗമായാണെന്ന് പ്രസിദ്ധീകരിച്ച് എന്ന സംശയം ബലപ്പെടുകയാണ് എന്നും പറയുന്നു. ലേഖനത്തിലെ ഇന്നത്തെ വിചിത്രമായ അവസ്ഥ മാറ്റിയേ തീരൂ, അതിന് ഭരണഘടനാ ഭേദഗതി ചെയ്യേണ്ടി വന്നാൽ അതും ചെയ്യുമെന്ന ഭാഗം നിഗൂഢമായ അജണ്ടയെ വെളിപ്പെടുത്തുന്നു എന്നും വാർത്തയിൽ പറയുന്നു. ലേഖനത്തിലെ നിലപാടുകളെ പറ്റി ബി.ജെ.പിയുടെ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരത്തിൽ ലേഖനത്തിൽ പറയുന്ന വർഗീയ സ്വഭാവമുള്ള യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളെ എടുത്തുകാട്ടുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ദീപിക. RSSന്റെ മുഖവാരികയായി കേസരിയിൽ പ്രസിദ്ധീകരിച്ച വർഗീയ ലേഖനത്തെ തുറന്നുകാട്ടുന്നതാണ് ദീപികയുടെ 1-ാം പേജിലെ വാർത്ത. പത്രത്തിന്റെ ആദ്യ പേജിൽ തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയുടെയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെയും കേസരിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിനെതിരെയുള്ള നിലപാടുകൾ ദീപിക വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തെ കയ്യിലെടുക്കാൻ അരമനകൾ കയറിയിറങ്ങുന്ന ബി.ജെ.പി നേതൃത്വം ഈ ലേഖനത്തെ തള്ളിപ്പറയാൻ തയ്യാറാണോ? ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഭാരവാഹി എഴുതിയ ഈ ലേഖനം ക്രിസ്ത്യൻ സമുദായത്തെ ഇന്ത്യയുടെ ശത്രുവായി പ്രഖ്യാപിക്കുന്നു എന്ന് RSSനെതിരെ തുറന്നടിക്കുകയാണ് എന്ന് രമേശ് ചെന്നിത്തല. മതപരിവർത്തനം എന്ന ഉണ്ടയില്ല വെടികൊണ്ട് ഒരിക്കൽ കൂടി നാട്ടിൽ വെറുപ്പ് പടർത്തി ക്രൈസ്തവരെ നാടിന്റെ ശത്രുപക്ഷത്ത് നിർത്താനുള്ള ഗൂഢലക്ഷ്യമാണ് ലേഖനത്തിന് പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് RSSന്റെ അജണ്ടയെ തുറന്നു കാട്ടുന്നുണ്ട് KC വേണുഗോപാൽ. കോൺഗ്രസിന്റെ ഇരു നേതാക്കളും ബി.ജെ.പിയുടെ കേരളത്തിലെ കപട ക്രൈസ്തവ സ്നേഹത്തെ ഒരേപോലെ പ്രതികരണങ്ങളിൽ ചോദ്യം ചെയ്യുന്നുമുണ്ട്. കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയുടെ സെപ്റ്റംബർ 15-ാം തീയതിയിലെ 1-ാം പേജ് വാർത്തകൾക്കപ്പുറം കൃത്യമായ രാഷ്ട്രീയം രേഖപ്പെടുത്തുന്നതാണ് എന്ന് പറയേണ്ടതുണ്ട്. കേരളത്തിൽ കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ കയറിയിറങ്ങുന്ന ബി.ജെ.പിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് പൊതുജനത്തിന് വ്യക്തമാക്കി നൽകുന്ന വാർത്തകളാണ് ദീപികയുടെ 1-ാം പേജിലുള്ളത്. ബി.ജെ.പിയുടെ ക്രൈസ്തവ സ്നേഹം തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കേവലം വോട്ട് ബാങ്ക് തന്ത്രമാണ് എന്ന് ഇന്നാട്ടിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പൊതുജനത്തെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ദീപികയിൽ പ്രസിദ്ധീകരിച്ച ഈ വാർത്തകൾ. ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടണ്ട എന്ന കൃത്യമായ നിലപാടോടെയാണ് ദീപികയുടെ മുഖപ്രസംഗം തുടങ്ങുന്നത്. RSSനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് മുഖപ്രസംഗത്തിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിന്ന് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ യന്ത്രത്തിന് എണ്ണയിട്ട് കൊടുത്ത വർഗീയ പ്രസ്ഥാനം, ദേശസ്നേഹികൾ സാമ്രാജ്യത്വത്തെ ആട്ടിപ്പായച്ചതിനു ശേഷവും അതേ പണി തുടരുകയാണ് എന്ന് RSSനെതിരെ തുറന്നടിക്കുകയാണ് കത്തോലിക്ക സഭയുടെ മുഖപത്രം. കേസരിയിലെ വർഗീയ ലേഖനത്തെ മുഖപത്രത്തിലും ദീപിക കൃത്യമായി തന്നെ വിമർശിക്കുന്നുണ്ട്. കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിലേക്ക് കൈനീട്ടി നിൽക്കുന്ന ബി.ജെ.പിയുടെ മറുകൈ എവിടെയാണ് എന്ന് മനസ്സിലാക്കാത്തവർക്കും മനസ്സിലായില്ലെന്ന് നടിക്കുന്ന ഇടനിലക്കാർക്കും മതരാഷ്ട്ര മനുസ്മൃതി സ്വപ്നങ്ങൾ തുടരാമെന്നും മുഖപത്രത്തിൽ പറയുന്നു. RSSന്റെ അജണ്ടകളെ ബി.ജെ.പിയുടെ കപട രാഷ്ട്രീയത്തെ ഒറ്റപ്പെടുത്തേണ്ടതും തുറന്നു കാട്ടേണ്ടതും ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് എന്ന ബോധ്യത്തിൽ തന്നെയാണ് ദീപിക മുഖപത്രം എഴുതിയിരിക്കുന്നത്. ഭരണഘടനയെ നോക്കുകുത്തിയാക്കി ബി.ജെ.പി സംസ്ഥാനങ്ങൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്ന നിർബന്ധിത മതപരിവർത്തന നിരോധന ബില്ലുകളെ ന്യായീകരിക്കുന്ന നുണകളാണ് RSSന്റെ മുഖവാരികയിലെ ലേഖനത്തിൽ ഉള്ളതെന്നും പറയുന്നു. വിമർശനങ്ങളിലോ തുറന്നു പറച്ചിലുകളിലോ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കുന്ന മുഖപ്രസംഗം തന്നെയാണ് ദീപികയുടേത്. ക്രൈസ്തവ സമൂഹത്തിന് നേരെ കേസരി പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ എഴുതിപ്പിടിപ്പിച്ച നുണകളെ ഓരോന്നായി പത്രം പൊളിച്ചെടുക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രം ക്രൈസ്തവരെ തുല്യ പൗരന്മാരായി കാണുന്ന ബി.ജെ.പി ഇതിനൊക്കെ മറുപടി പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ. വിജയിച്ചാലും ഇല്ലെങ്കിലും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് ബി.ജെ.പി സംസ്ഥാനങ്ങൾ പാസാക്കുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. ബി.ജെ.പിയുടെയും RSSന്റെയും രാഷ്ട്രീയ അജണ്ട ആരെക്കാളും നന്നായി തങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും കേരളത്തിൽ ക്രൈസ്തവ സ്നേഹം കാണിക്കുന്ന ബി.ജെ.പിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാമെന്നും വ്യക്തമായി തന്നെ സംസാരിക്കുകയാണ് കത്തോലിക്ക സഭയുടെ മുഖപത്രം.
നരേന്ദ്രമോദിജിയുടെ ഭരണത്തിന്റെ തുടർച്ച സംഭവിക്കാതിരിക്കാൻ ആഗോള മത നേതൃത്വം അവിശുദ്ധ സഖ്യത്തിന് നേതൃത്വം കൊടുത്തു എന്ന ലേഖനത്തിലെ പരാമർശത്തോട് ദീപിക പ്രതികരിച്ചത് തുടർഭരണം ഉറപ്പാക്കാൻ വോട്ട് മോഷണം നടത്തിയെന്ന ആരോപണത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓടി ഒളിക്കുന്നതാണ് അന്താരാഷ്ട്ര ഗൂഢാലോചന എന്ന് എഴുതിക്കൊണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തെ RSSന്റെ ഒറ്റുകൊടുക്കൽ മുതൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് വോട്ട് മോഷണം നടത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം വരെ ദീപിക മുഖപ്രസംഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. RSSന്റെ എല്ലാ ചെയ്തികളെയും ചോദ്യം ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് ഈ എഡിറ്റോറിയൽ. ബ്രിട്ടീഷുകാരെയും ഹിന്ദുത്വയെയും ഒരുപോലെ എതിർത്ത് സ്വാതന്ത്ര്യം നേടിത്തന്ന ദേശീയ നേതാക്കളുടെ പിന്മുറക്കാർക്ക് ഭിന്നിപ്പിക്കൽ തന്ത്രങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയാനാകില്ല. രാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം സംപൂജ്യവും മറ്റുള്ളവർക്ക് ജാത്യാധിഷ്ഠിത നീച നിയമങ്ങളുടെയും സ്ത്രീവിരുദ്ധതയുടെയും ഒക്കെ കറുത്ത പുസ്തകവുമായ മനുസ്മൃതിയല്ല. അത് കത്തിച്ചവരുടെ മുൻകൈയിൽ രൂപം കൊണ്ട ഇന്ത്യൻ ഭരണഘടനയാണ് ജീവശ്വാസം. മതപരിവർത്തന നിരോധന നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെടണമെന്ന് ധീരമായി പറഞ്ഞുകൊണ്ടാണ് ദീപികയുടെ മുഖപ്രസംഗം അവസാനിക്കുന്നത്. RSSനെയും BJPയെയും ഇതിനേക്കാൾ കൃത്യതയോടെ തുറന്നു കാട്ടാനും വിമർശിക്കാനും കഴിയുകയുമില്ല. ദീപിക ദിനപത്രത്തിന്റെ സെപ്റ്റംബർ 15-ാം തീയതിയിലെ ആദ്യ പേജിലെ വാർത്തകളെയും മുഖപ്രസംഗത്തെയും ഒറ്റവാക്കിൽ പ്രതീക്ഷ എന്ന് തന്നെയാണ് വിളിക്കാൻ കഴിയുന്നത്. RSSന്റെയും BJPയുടെയും അജണ്ടകളെ ചോദ്യം ചെയ്യണമെന്നും അതിനെതിരെ പോരാടണമെന്നും ക്രൈസ്തവ സഭയുടെ മുഖപത്രം പറയുമ്പോൾ അത് കേരളത്തിന്റെ മതേതര സമൂഹത്തിന് ഒരേ സമയം ധൈര്യവും ആശ്വാസവുമാണ് പകർന്നു നൽകുന്നത്. BJPയുടെ വർഗീയ വിത്തുകൾക്ക് RSSന്റെ വിഷം പുരണ്ട ആശയങ്ങൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുന്നു. സംഘപരിവാറിന്റെ അജണ്ടകൾക്കെതിരെ ഭരണഘടന ഉയർത്തി പോരാട്ടം നടത്തണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടിൽ നിന്നും വിഭിന്നമല്ല ദീപികയുടെ മുഖപ്രസംഗം. മതേതര ഇന്ത്യയുടെ നിലനിൽപ്പിനായി പോരാടണം എന്ന സന്ദേശം തന്നെയാണ് ദീപികയും നൽകുന്നത്.